ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പോൾ ലോറൻസ് ഡെൻബാർ എഴുതിയ ദ സീഡ്ലിംഗ് എന്ന പോയത്തിൻ്റെ സമ്മറിയും കൂടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ ഒന്നെങ്കിൽ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. First stanza, as a quiet little seedling lay within its darksome bed, to itself it fell a talking, and this is what it said. First stanza പറയുന്നത് ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ്, സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈച്ചെടി, ഒരു ചെറിയ ഒരു കുഞ്ഞു തൈച്ചെടി ഇരുട്ട് നിറഞ്ഞ അതിൻ്റെ ബെഡിൽ കിടക്കുകയാണ്. ലേ എന്ന് പറഞ്ഞാൽ കിടക്കുക. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്, ഒരു കുഞ്ഞ് തൈച്ചെടി ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന അതിൻ്റെ ബെഡിൽ കിടക്കുകയാണ്. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്. ആ തൈച്ചെടി സ്വയം പറയാൻ തുടങ്ങി. എന്താണ് പറയാൻ തുടങ്ങിയത്? സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്, but I will do the best I can. And the seedling from that moment, its work of life began. ഞാൻ സ്ട്രോങ് അല്ല. റോബസ്റ്റ് മീൻസ് ഐ ആം നോട്ട് സ്ട്രോങ്. ഞാൻ സ്ട്രോങ് അല്ല. ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. പക്ഷേ എന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ കഴിയുന്ന ബെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. And the seedling from that moment its work of life began. ആ നിമിഷം മുതൽ എന്നാൽ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഞാൻ ചെയ്യും. ആ നിമിഷം മുതൽ ആ ചെറിയ തൈച്ചെടിയുടെ ജീവിതം ആരംഭിക്കുകയാണ്. തേർഡ് സ്റ്റാൻസ. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് upon into the light of day to examine the surroundings and show the rest the way. ഇവിടെ പറയുന്നത് സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്. ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇലയാണ്. അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ. അപ്പോൾ ആ ചെറിയ കുഞ്ഞ് തൈച്ചെടി എന്ത് ചെയ്തു? അതിൻ്റെ ചെറിയ ഇല മുകളിലേക്ക് തള്ളി, അതായത് മുകളിലേക്ക് പുഷ് ചെയ്തു, മണ്ണിൻ്റെ മുകളിലേക്ക് പുഷ് ചെയ്തു. ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. എവിടേക്ക് പോകാനാണ്? പകൽ വെളിച്ചത്തിലേക്ക്, ലൈറ്റ് ഓഫ് ഡേ. എന്തിനാണില്ല പുറത്തേക്ക് വരുന്നത്? സറൗണ്ടിങ്സിനെയൊക്കെ എക്സാമിൻ ചെയ്യാനായിട്ട്, അതായത് ചുറ്റുപാടുകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇല മണ്ണിനടിയിൽ നിന്നും പുറത്തേക്ക് പുഷ് ചെയ്ത് വന്നിരിക്കുന്നത്. ഫോർത്ത് സ്റ്റാൻസ. ദ ലീഫ്ലെറ്റ് ലൈക്ക്ഡ് ദ പ്രോസ്പെക്ട്, സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം. ദെൻ ടു അതർ ലീഫ്ലെറ്റ് ഹേർഡ് ഇറ്റ് ആൻഡ് ക്വിക്ക്ലി ഫോളോഡ് ദം. ഇപ്പോഴെന്താണ്, ഒരില പുറത്തേക്ക് വന്നിട്ട് സറൗണ്ടിങ്സൊക്കെ നിരീക്ഷിച്ചല്ലേ. അപ്പം എന്ത് ചെയ്തു? ആ സറൗണ്ടിങ്സൊക്കെ ആ ഇലയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ടത് എന്ത് ചെയ്തു? സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം. കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട ആ കുഞ്ഞി ഇല എന്ത് ചെയ്തു? സഹോദരനായ അതിൻ്റെ സ്റ്റെം എന്ന് പറഞ്ഞാൽ തണ്ടിനെ എന്ത് ചെയ്തു? പുറത്തേക്ക് വരാനായിട്ട് വിളിക്കുകയാണ്. Then two other leaflet heard it and quickly followed them. അപ്പോൾ ആ പുറത്തേക്ക് വന്ന ഇല എന്ത് ചെയ്തു? സഹോദരനായിട്ടുള്ള സ്റ്റെമ്മിനെ പുറത്തേക്ക് വരാനായിട്ട് വിളിച്ചു. അപ്പോൾ ഈ വിളിച്ചത് ആര് കേട്ടു? മറ്റ് 2 ഇലകൾ കേട്ടു. ആ ഇലകൾ എന്ത് ചെയ്തു? മണ്ണിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. ടു ബി ഷുവർ ദ ഹേസ്റ്റ് ആൻഡ് ഹറി made the seedling sweat and pant, but almost before it knew it found itself a plant. ആ കുഞ്ഞു ചെടി വേഗത്തിൽ വളരാൻ വേണ്ടിയിട്ട് വേഗതയും തിടുക്കവും കൂട്ടി എന്നാണ് പറയുന്നത്. ആ ലിറ്റിൽ പ്ലാന്റ് വേഗതയും തിടുക്കവും കൂട്ടിയത് കൊണ്ട് എന്തായി? വിയർക്കുകയും അതുപോലെ തന്നെ കിതയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വിയർക്കുകയും കിതയ്ക്കുകയും ചെയ്തത്? ആ ചെടിയുടെ ഹാർഡ് വർക്ക് കൊണ്ടല്ലേ. എത്രയും പെട്ടെന്ന് വളരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആ ചെടി എന്ത് ചെയ്തു?
ഹേസ്റ്റ് ആൻഡ് ഹറി, വേഗത്തിൽ വളരാൻ വേണ്ടി തിടുക്കവും വേഗതയും കൂട്ടി. അതുകൊണ്ട് എന്തായി? വിയർക്കാനും കിതയ്ക്കാനും തുടങ്ങി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആ കുഞ്ഞു ചെടിയുടെ ഹാർഡ് വർക്കാണ്. പക്ഷേ അതറിയുന്നതിന് മുമ്പ് തന്നെ എന്തായി? ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്, അതൊരു ചെടിയായി മാറി. The sunshine poured upon it, and the clouds they gave a shower, and the little plant kept growing till it found itself a flower. ഇവിടെ പറയുന്നത് സൺഷൈൻ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം. ദ സൺഷൈൻ പോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിക്കുക, ചൊരിയുക എന്നൊക്കെയാണ് അർത്ഥം. ദ സൺഷൈൻ പോർഡ് അപ്പോൺ ഇറ്റ്, സൂര്യപ്രകാശം ഈ പ്ലാന്റിന്, ഈ കുഞ്ഞ് തൈച്ചെടിയുടെ മുകളിലേക്ക് എന്ത് ചെയ്തു? പോർ ചെയ്തല്ലേ, സൂര്യപ്രകാശം ചൊരിഞ്ഞു. ആൻഡ് ദ ക്ലൗഡ്സ് ദേ ഗേവ് എ ഷവർ, ക്ലൗഡ്സ് മേഘങ്ങൾ എന്ത് നൽകി? മഴ നൽകി. ഷവർ മഴ, മേഘങ്ങൾ ആ ചെടിക്ക് മഴ കൊടുത്തു. ആൻഡ് ദ ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോയിങ്, എന്ത് ചെയ്തു? ആ ചെടി വളരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ, എന്തുവരെയാണ്? ആ ചെടിയിൽ ഒരു പൂ ഉണ്ടാകുന്നത് വരെ എന്താണ്? ചെടി വളർന്നു. ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ. ലിറ്റിൽ ഫ്ലോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്, ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, എവറി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ, just as well as every man. ഇനി പോയറ്റ് കുട്ടികളോട് പറയുകയാണ്, ലിറ്റിൽ ഫ്ലോക്സ്, അതായത് കുട്ടികളെ, ബി ലൈക്ക് ദ സീഡ്ലിംഗ്, ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. കുട്ടികളെ, നിങ്ങൾ ഈ ചെറിയ തൈച്ചെടിയെ പോലെ ആകൂ, നിങ്ങൾ ഈ കുഞ്ഞ് തൈച്ചെടിയെ പോലെ ആകൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്നെ അതിനു വേണ്ടി കൊടുക്കുക. ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് അതിനായിട്ട് കൊടുക്കുക. എവറി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ ജസ്റ്റ് ആസ് വെൽ ആസ് എവറി മാൻ. എല്ലാ കുട്ടികളും മസ്റ്റായിട്ട്, തീർച്ചയായിട്ട് ജീവിതത്തിൻ്റെ അധ്വാനം ഷെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ, അതായത് നമ്മളൊരു അധ്വാനം കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്തുണ്ടാവും? റിസൾട്ട് ഉണ്ടാവും. ലാസ്റ്റ് സ്റ്റാൻസ. And the sun and showers will help you through the lonesome, struggling hours, till you rise you light and beauty, virtue's fair, unfading flowers. ഇവിടെ പറയുന്നത് എന്താണ്? And the sun and showers will help you. സൂര്യനും മഴയും എന്ത് ചെയ്യും? നിങ്ങളെ സഹായിക്കും. ത്രൂ ദ ലോൺസം സ്ട്രഗ്ലിംഗ് ഹവേഴ്സ്. ലോൺസം എന്ന് പറയും ഏകാന്തത, ഒറ്റപ്പെട്ടതെന്നൊക്കെയാണ് പറയുന്നത്. ഏതൊക്കെ സമയങ്ങളിലാണ്? ഒറ്റക്കായതും കഷ്ടപ്പാട് നിറഞ്ഞ മണിക്കൂറിലൂടെ. ആര് സഹായിക്കും? സൂര്യനും മഴയും. ടിൽ യു റേസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, നിങ്ങൾ ഉയരുന്നത് വരെ. ഏതുവരെ അവർ സഹായിക്കും? നിങ്ങൾ ഉയരുന്നത് വരെ. ഏതിലേക്ക്? പ്രകാശത്തിലേക്കും സൗന്ദര്യത്തിലേക്കും ഉയരുന്നത് വരെ. നിങ്ങളുടെ ലക്ഷ്യം, അല്ലേ, നിങ്ങളുടെ ലക്ഷ്യം സത്യമാണെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി അത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതി എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ കേട്ടില്ലേ, ഏതൊരു കാര്യവും നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ പ്രകൃതി വരെ എന്താണ്? നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ആഗ്രഹം നടക്കും. വിർച്യൂസ് ഫെയർ അൺഫെയ്ഡിങ് ഫ്ലവേഴ്സ്, നിങ്ങൾക്ക് നല്ല ഗുണമുണ്ടാകുന്നത് വരെ. വിർച്യൂസ് ഫെയർ എന്ന് പറഞ്ഞാൽ നല്ല ഗുണം, നല്ല ഗുണമുണ്ടാകുന്നത് വരെ. അൺഫെയ്ഡിങ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ മായാത്ത പൂക്കൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് കഴിവുകളാണ്. നമ്മുടെ കഴിവുകൾ വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? തട്ടിയെടുക്കാനൊന്നും കഴിയില്ല. ആ കഴിവുകളിലേക്ക് നമ്മൾ ഉയരുന്നത് വരെ നമ്മുടെ കൂടെ ആരുണ്ടാവും? സൂര്യനും മഴയും, അല്ലേ? പ്രകൃതി തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കവി പറയുന്നതാണ്. സീഡ്ലിങ്ങിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക്, അതിലൂടെ അതൊരു വലിയ പ്ലാന്റായി, ഫ്ലവേഴ്സായി. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളെ കഴിവുകളൊക്കെ ഉയർത്തിക്കൊണ്ട് വരണം. നിങ്ങൾ നല്ലൊരു നിലയിലേക്ക് എത്തണം. അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ്
ഈ ഒരു കുഞ്ഞു തൈയിലൂടെ നിങ്ങൾക്ക് പോയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ട്രിഗേർഡ് ദ സീഡ്ലിങ്സ് വർക്ക് ഓഫ് ലൈഫ്? സീഡ്ലിങ്ങിൻ്റെ ജീവിതം ആരംഭിക്കാൻ വർക്ക് ചെയ്യാനായിട്ട് എന്താണ് കാരണമായത്? ആൻസർ, the statement of the seedling, I am not so very robust, but I will do the best I can, triggered the seedling's work of life. ഞാൻ അത്ര ശക്തനല്ല, പക്ഷേ എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്യും എന്ന തൈയുടെ പ്രസ്താവന തൈയുടെ ജീവിതം ആരംഭിക്കാൻ കാരണമായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what is inspiring about the seedling's attitude to life? ജീവിതത്തോടുള്ള തൈയുടെ മനോഭാവത്തിൽ പ്രചോദനമായത് എന്താണ്? ആൻസർ, ഇറ്റ്സ് ഹ്യൂമിലിറ്റി, ഇറ്റ്സ് വില്ലിംഗ്നെസ് ടു ഡു ഇറ്റ്സ് ബെസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഒപ്റ്റിമിസം ആർ ഇൻസ്പയറിംഗ് അബൌട്ട് ദ സീഡ്ലിങ്സ് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്. അതിൻ്റെ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എളിമയാണ്, കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള വില്ലിങ്നെസ്, പിന്നെ ശുഭാപ്തി വിശ്വാസം എന്നിവ സീഡ്ലിങ്ങിൻ്റെ ജീവിതത്തോടുള്ള മനോഭാവത്തിന് പ്രചോദനം നൽകുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ സീഡ്ലിംഗ് ഇൻ എ ഹറി ടു കം ഔട്ട് ഓഫ് ദ എർത്ത്? ആ കുഞ്ഞു തൈ ഭൂമിയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് തിടുക്കം കാട്ടിയത് എന്തുകൊണ്ടാണ്? ആൻസർ, ദ സ്മോൾ പ്ലാന്റ് ഹറീഡ് ടു കം ഔട്ട് ഓഫ് ദ സോയിൽ ബിക്കോസ് ദ ടൈനി ലീവ്സ് സോ ദ സൺലൈറ്റ് ആൻഡ് ലൈക്ക് ഇറ്റ്. ആ ചെറിയ ഇല സൂര്യപ്രകാശം കണ്ട് ഇഷ്ടപ്പെട്ടതിനാൽ ആ ചെറിയ ചെടി മണ്ണിൽ നിന്ന് പുറത്തു വരാൻ തിടുക്കം കൂട്ടി. അതായത് കുഞ്ഞു ചെടി ആദ്യം ഒരു ഇലയെ മണ്ണിന് പുറത്തേക്ക് പുഷ് ചെയ്തല്ലേ, അപ്പോൾ ആ ഇലയ്ക്ക് അതിൻ്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്താണ്, മണ്ണിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ചെടി തിടുക്കം കൂട്ടി. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോം? കവിതയിലെ പ്ലാന്റിൻ്റെ വളർച്ച എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്? ആൻസർ, the seedling sent a leaflet up into the light of day to examine the surroundings. The leaflet liked the prospect and told the stem about it. Then 2 other leaflets heard it, and they quickly followed it. The haste and hurry surely made the seedling sweat and pant, but almost before it knew, it found itself to be a plant. The sunshine poured upon it. The clouds gave it water. The little plant kept growing till it produced a flower. ചുറ്റുപാടുകൾ പരിശോധിക്കാൻ തൈ ഒരു തളിരില വെളിച്ചത്തിലേക്ക് അയച്ചു. ഇലയ്ക്ക് ആ കാഴ്ച വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് തണ്ടിനോട് പറഞ്ഞു. പിന്നീട് മറ്റു 2 ഇലകൾ അത് കേട്ടു. അവർ പെട്ടെന്ന് തന്നെ അതിനെ പിന്തുടർന്നു. തിടുക്കവും തിരക്കും തൈയെ വിയർപ്പിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. പക്ഷേ അത് അറിയുന്നതിന് മുമ്പ് തന്നെ അതൊരു ചെടിയായി മാറി. സൂര്യപ്രകാശം അതിന്മേൽ ചൊരിഞ്ഞു. മേഘങ്ങൾ അതിന് വെള്ളം നൽകി. ആ ചെറിയ ചെടി ഒരു പൂവ് വിരിയുന്നതുവരെ വളർന്നുകൊണ്ടിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെസ്സേജ് ഡസ് ദ സീഡ്ലിംഗ് ഗിവ് അസ്? തൈ നമുക്ക് എന്ത് മെസ്സേജാണ് നൽകുന്നത്? ആൻസർ, വി മേ നോട്ട് ബി റോബസ്റ്റ് ആൻഡ് പെർഫെക്റ്റ്, ബട്ട് വി ഷുഡ് ഡു അവർ ബെസ്റ്റ് ആൻഡ് ദെൻ ഷുവർലി ഗോഡ്, നേച്ചർ വിൽ ഹെൽപ്പ് അസ് ടു ബ്രിങ് ബ്രൈറ്റ് ബ്ലൂംസ് ഓഫ് സക്സസ് ആൻഡ് കണ്ടെൻറ്റ്മെൻറ്റ്. നമ്മൾ കരുത്തുള്ളവരും പെർഫെക്റ്റും ഒന്നുമായിരിക്കില്ല. എന്നാലും നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് കൊടുക്കണം. അപ്പോഴ് ദൈവം, പ്രകൃതി വിജയത്തിൻ്റെയും സംതൃപ്തിയുടെയും തിളക്കമുള്ള പൂക്കൾ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മളെന്താണ് കരുത്തുള്ളവരോ പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മൾ ആരും പെർഫെക്റ്റായിട്ട് ജനിക്കുന്നില്ല അല്ലേ? എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം എഫേർട്ട് അതിലിടണം. അപ്പോൾ പ്രകൃതിയും ദൈവവും നമ്മളെ വിജയിപ്പിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്.